കഴിഞ്ഞ ദിവസം ഒരു ഫൗണ്ടർ എന്നെ കാണാൻ വന്നു. സ്വിഗ്ഗി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ പോവാണ് എന്ന പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓൾറെഡി സ്വിഗ്ഗിയുടെ കസ്റ്റമേഴ്സിന് എന്ത് അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അവർ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, സ്വിഗ്ഗി 30% കമ്മീഷൻ മേടിക്കുന്നത്, ഞങ്ങൾ ജസ്റ്റ് 15% മാത്രമാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടായി 15%? ഇതിന് പക്ഷെ പുള്ളിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സ്വിഗ്ഗി പോലത്തെ ഒരു കമ്പനി ഈ 30% കമ്മീഷൻ എന്ന ഒരു നമ്പറിലേക്ക് എത്തിയത് വെറുതെ റാൻഡം ആയിട്ടല്ല. അവർക്ക് കസ്റ്റമർ അക്വിസിഷൻ ചെയ്യണം, ഗ്രോത്ത് ഉണ്ട്, ഇതിന്റെ പിന്നിൽ ടെക് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, ഇതൊക്കെ ഇവർ ഫണ്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് അവർ ഈ 30% കമ്മീഷൻ എന്ന നമ്പറിലേക്ക് എത്തിയത്. ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് പലപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്കും ഇത് തന്നെയാണ്. മാർക്കറ്റ് ലീഡേഴ്സിന്റെ അടുത്ത് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ 30% കമ്മീഷനും നിങ്ങളുടെ 15% കമ്മീഷനുമാണ്, ഇതാണ് നിങ്ങൾ തമ്മിലുള്ള മേജർ വ്യത്യാസം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബിസിനസ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അവിടെ പ്രൈസ് കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. വലിയ പ്ലേയേഴ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ പ്രൈസ് കുറച്ചതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. കാരണം നാളെ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർക്കും സെയിം തിങ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ടത്, അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയയിലുള്ളത്, അതിനാണ് വാല്യൂ. കഴിഞ്ഞ ദിവസം ഒരു ഫൗണ്ടർ എന്നെ കാണാൻ വന്നു. സ്വിഗ്ഗി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ പോവാണ് എന്ന പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓൾറെഡി സ്വിഗ്ഗിയുടെ കസ്റ്റമേഴ്സിന് എന്ത് അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അവർ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, സ്വിഗ്ഗി 30% കമ്മീഷൻ മേടിക്കുന്നത്, ഞങ്ങൾ ജസ്റ്റ് 15% മാത്രമാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടായി 15%? ഇതിന് പക്ഷെ പുള്ളിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സ്വിഗ്ഗി പോലത്തെ ഒരു കമ്പനി ഈ 30% കമ്മീഷൻ എന്ന ഒരു നമ്പറിലേക്ക് എത്തിയത് വെറുതെ റാൻഡം ആയിട്ടല്ല. അവർക്ക് കസ്റ്റമർ അക്വിസിഷൻ ചെയ്യണം, ഗ്രോത്ത് ഉണ്ട്, ഇതിന്റെ പിന്നിൽ ടെക് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, ഇതൊക്കെ ഇവർ ഫണ്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് അവർ ഈ 30% കമ്മീഷൻ എന്ന നമ്പറിലേക്ക് എത്തിയത്. ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് പലപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്കും ഇത് തന്നെയാണ്. മാർക്കറ്റ് ലീഡേഴ്സിന്റെ അടുത്ത് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ 30% കമ്മീഷനും നിങ്ങളുടെ 15% കമ്മീഷനുമാണ്, ഇതാണ് നിങ്ങൾ തമ്മിലുള്ള മേജർ വ്യത്യാസം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബിസിനസ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അവിടെ പ്രൈസ് കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. വലിയ പ്ലേയേഴ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ പ്രൈസ് കുറച്ചതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. കാരണം നാളെ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർക്കും സെയിം തിങ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ടത്, അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയയിലുള്ളത്, അതിനാണ് വാല്യൂ.